അനുമോളുടെ ഈ 16 ലക്ഷത്തിന്റെ PR-ഉം ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിരിപ്പുണ്ടാക്കി ആള് പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇൻസൾട്ടായി. ആ ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യില്ല ഞാനായിട്ട് തന്നെ പോയത്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഡയമണ്ട് റിംഗ് തന്നു. ഇപ്പോഴും പലരും പറയുന്നത് ഞാൻ എന്നെ ഓർമ്മിക്കരുത്. പാവ ചിത്രചേച്ചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്? PR മോള് PR മോനെ ഒഴിവാക്കി, അതായത് വിനുവിനെ ഒഴിവാക്കി. ഈ ഒരു സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. കാരണം വിനു ആണ് മോശക്കാരൻ, വിനു ഈ പറയുന്ന അനുമോളുടെ ഫെയിമിൽ അങ്ങ് ഹീറോ കളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിനുവിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് അനുമോളുടെ ചില ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന വിനുവിനെയാണ് ഡീഗ്രേഡ് ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ വിനു എന്ന് പറയുന്ന വ്യക്തി വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ എഴുതി വെച്ചിരുന്നു, ഞാൻ ഈ പറയുന്ന അനുവുമായിട്ടുള്ള ആ ഒരു ഇതിൽ പോവുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പുള്ളിക്കാരൻ അവിടെ എഴുതി വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു എന്താ പറയുക ഞങ്ങൾ തമ്മിൽ ഒരു കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല സംഭവം. ഈ പറയുന്ന ബിനു എന്തോ അനുമോളെ അങ്ങ് മോശക്കാരിയാക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ പറയുന്ന ബിനുവും അനുവും തമ്മിൽ രണ്ട് ദിശയിലായിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അനുവിന് ഈ പറയുന്ന വിനുവിനെ ഇപ്പോൾ വേണ്ട. അനുവിന് വേണ്ടി അത്രയും സഹായം ചെയ്തു കൊടുത്ത ഈ PR വിനുവിനെ അനുവിന് ഇപ്പൊ വേണ്ട. അനുവിന് വേണ്ടത് ഫെയിമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് വേണം ട്രോഫി, എനിക്ക് വേണം കാശ്, ഇനി അത് മതി, നീ വിട്ടോടാ, നീ എനിക്ക് ചെയ്ത സഹായമൊക്കെ നിന്റെ കൈ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒഴിവാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് PR വിനു വന്ന് കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ വന്നത് ഷഫീന ബീബി എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ ചാനലിലാണ്. പുള്ളിക്കാരി അവരോട് ഈ പറയുന്ന വിനുവിനോട് സംസാരിച്ച ഒരു വോയിസ് ആണ്. അവരിട്ട ഒരു വീഡിയോയ്ക്ക് ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും അതൊന്ന് കേട്ടു നോക്കും. വിനു ആണ്. ഹലോ, നമ്മളന്ന് മറ്റേ സിബിന്റെ കല്യാണത്തിൽ കണ്ടിരുന്നു. PR വിനു. പറഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ക്ലാരിഫിക്കേഷൻ വിളിച്ചതല്ല. പറഞ്ഞതിൽ എനിക്ക് തോന്നുന്ന ഫാൻസ് ആരോ അത് കേട്ടിട്ട് പറഞ്ഞാൽ തോന്നുന്നു. ശരിക്കും സംഭവിച്ചത് അങ്ങനെയൊന്നുമല്ല. അത് പറയാമോ നിങ്ങളോട്? പിന്നെന്താ? ഓക്കെ. ഇത് വീഡിയോയിലൊന്നും പറയാൻ വേണ്ടിയിട്ടല്ലോ, അപ്പൊ നിങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. കാരണം നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ചെയ്തത് മാത്രമേ ഞാൻ പറയുന്നത്. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇതുപോലെ മൈൽ സ്റ്റോൺ മീഡിയയുടെ അവാർഡ് വാങ്ങാൻ ഞാൻ പോയി. അതേസമയം പിന്നെയും നൂബിനെയും ഞാൻ കണ്ടു, അവരോട് ഞാൻ സംസാരിച്ചു. അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത ഒരാളല്ല, ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. ആ ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവർ ലീക്ക് ചെയ്ത ചാറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല, അത് ഞാൻ ഉണ്ടാക്കിയ ഗ്രൂപ്പല്ല. അപ്പൊ അവിടെ നെവിനും ഉണ്ടായിരുന്നു. അപ്പൊ നെവിൻ പറഞ്ഞു അത് ഞാൻ കേട്ട വിഷയമാണ്. കാരണം നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്, അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളിങ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഞാൻ പുറത്താക്കി. അവരെല്ലാവരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഈ സാധനം ഞാൻ അവിടെ എൻഡ് ചെയ്തു. മനസ്സിലായി? കാരണം ഞാൻ അവിടെ അനുമോളുടെ PR ആയിട്ടുള്ള വിനു ഈ പറയുന്ന മൈൽ സ്റ്റോൺ എന്ന് പറയുന്ന ആ പ്രോഗ്രാമിന്റെ അവിടെ ഒരു പുള്ളിക്കാരൻ ഒരു സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബിന്നി ഉണ്ടായിരുന്നു, നെവിൻ ഉണ്ടായിരുന്നു, ബിന്നിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള നൂബിൻ ഉണ്ടായിരുന്നു, ശാരികയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ സമ്മാനം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. ഈ PR വിനുവും ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ. അന്നേരമാണ് ഈ പറയുന്ന ബിന്നി ഒരു കാര്യം അങ്ങോട്ട് എടുത്ത് കാണിക്കുന്നത്. ഈ പുള്ളിക്കാരിയെ ഡീഗ്രേഡ് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ടൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതെടുത്ത് കാണിക്കുന്നത്. അപ്പോഴാണ് ഈ വിനു പറഞ്ഞത് ഇത് ഞാൻ ഇതാക്കുന്ന PR-കളോ അല്ലെങ്കിൽ അവരാരും അല്ല ആ കമന്റ് ഇട്ടിരിക്കുന്നത്, അത് ഈ പറയുന്ന അനുമോളുടെ ചേച്ചി അഡ്മിനായിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പറയുന്നു. ഈ ഒരു സംഭവമാണ് ഇതിനെല്ലാം വിഷയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന അനീഷിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരുന്ന പലരും ഇപ്പോൾ ഈ പറയുന്ന അനുമോളെ തള്ളിക്കളയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായി. ഈ അനുമോളുടെ കൂടെ ആരൊക്കെ കൂടിയിട്ടുണ്ടോ അവരെ എല്ലാം നശിപ്പിച്ചിട്ടല്ലാതെ അത് അടങ്ങിയിട്ടില്ല. അതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയും കുറെ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഇനിയും പറയാനുള്ളവരൊക്കെ തിരുത്തി പറയും. അപ്പോഴറിയാം ഇതിന്റെ അകത്തെ റിയൽ വിന്നർ ആരാണെന്നുള്ളതും ഒക്കെ നമുക്ക് അത് കഴിഞ്ഞ് മനസ്സിലാകും. ഓക്കെ, ബാക്കി അനുമോളുടെ ചേച്ചി ഒന്നും പറയുന്നില്ല. അനുമോളുടെ ആ ഫാൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ കുറച്ച് ആൾക്കാരെ ഗ്രൂപ്പിൽ പുറത്താക്കിയിരുന്നു. അവരെല്ലാവരും ചേർന്ന് വേറെ ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പിലെ ചാറ്റാണ് നിങ്ങൾ ലീക്ക് ചെയ്തതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷനാണ് ബിന്നിക്കും നൂബിനും കൊടുത്തത്. ബിന്നി നൂബിനും കൂടി രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ, കാരണം 2 വർഷങ്ങളായിട്ട് അറിയുന്ന ആൾക്കാരാണ് അനുവും മോളും അനുമോളുടെ ചേച്ചി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ ചോദിക്കും, എന്നോട് ചോദിക്കേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല.
ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ അനുമോടെ ചേച്ചിയാണ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനല്ല കേട്ടോ. ഇവിടെ ബിനു ഇത് പറഞ്ഞപ്പോ ക്ലിയർ ആയിട്ടുണ്ട്. അനുവിന്റെ ചേച്ചിയാണ് എന്ന് ബിനു പറഞ്ഞിട്ടില്ല. ബിനു പറഞ്ഞത് കുറച്ച് ടോക്സിക് ഫാൻസ് ഉണ്ടായിരുന്നു, ആ ഫാൻസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് തുടങ്ങി, അവരാണ് ഈ പറയുന്ന ബിന്നിക്കെതിരെ മെസ്സേജ് ഇട്ടതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ഒരു കാര്യം ചേച്ചിയാണ് അനുമോളോട് വേറൊരു രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും കരയുകയും വിളിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് ഈ അനുമോള് ഈ പറയുന്ന ബിനുവുമായിട്ട് തെറ്റുന്നത്. തെറ്റുമ്പോൾ ഒരു മയത്തിനൊക്കെ തെറ്റണം. തെറ്റുക മാത്രമല്ല, ഇത്രയും നാളും ഈ പറയുന്ന അനുമോളെ സഹായിച്ച ഈ വിനുവിനെ അവന്റെ ഭാഗം കൂടെ ഒന്ന് കേൾക്കണ്ടേ, അവൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതൊന്നും കേൾക്കാതെ ഈ വിനുവിനെ തട്ടിക്കളഞ്ഞതിനോട് ഒരു യോജിപ്പുമില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്തത് ആരാണ്? ഈ പറയുന്ന വിനു തന്നെയാണ്. അഖിൽ മാരാരെ കൊണ്ട് വീഡിയോ എഡിച്ചത് ആരാണ്? ഈ വിനുവാണ്. ജിൻഡോയെ കൊണ്ട് വീഡിയോ എഡിച്ചത് ആരാണ്? ഈ പറയുന്ന വിനുവാണ്. അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹൈപ്പും ഉണ്ടാക്കി തന്നത് ഈ വിനുവാണ്. അത് മാത്രവുമല്ല, ഈ വിനു ചെയ്ത പല കാര്യങ്ങളും പറയുന്നുമുണ്ട്. ഇപ്പൊ പോയിരിക്കുന്ന ദുബായ് പ്രോഗ്രാം പോലും ഈ പറയുന്ന വിനു സംഘടിപ്പിച്ചു കൊടുത്തതാണ്. അല്ലാതെ അനുമോടെ ഫെയിമിലൊന്നും അല്ല ഈ നടക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കുക. ഈ അന്ധ ഫാൻസുകൾ കുറെ എണ്ണം ഉണ്ട്, അവർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. കണ്ണു തുറക്കൂ. പക്ഷെ ഇത് വളച്ചൊടിച്ച് അവരവിടെ പ്രസന്റ് ചെയ്തത് അനുമോളുടെ ചേച്ചിയുടെ തലയിലേക്ക് ഇട്ട് വിനു എസ്കേപ്പ് ആയി. അപ്പം അവിടെ ഞാൻ എന്നെ വിളിപ്പിക്കാൻ ശ്രമിച്ചു, അനുമോളുടെ ചേച്ചിയുടെ തലയിൽ കിട്ടും. ഇത് അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു. ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു, അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. ഞാൻ ഡയറക്റ്റ് നൂബിനായിട്ട് സംസാരിച്ചു. നൂബിൻ എനിക്ക് അയച്ചു തന്നു. കാരണം ഞാൻ അങ്ങനെ വിനു അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും നൂബിൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ അയച്ചു തരാം. അനുമോളുടെ ചേച്ചി ഇവിടെ ഈ പറയുന്ന അനുമോടെ ചേച്ചിയാണ് ഇതിനെ ഇത്രമാത്രം ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ ബിന്നി എന്ന് പറയുന്ന ആ കൊച്ചിനെ എല്ലാവരും സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടായിരുന്നു വെളിയിൽ. അത് ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ആ കൊച്ചിന്റെ വീഡിയോ എടുത്തിട്ട് ഇത് നമുക്ക് അതിന്റെ താഴെ പോയി കമന്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സ്ക്രീൻഷോട്ടൊക്കെ ഈ പറയുന്ന ബിന്നി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു, റെന പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ തുടങ്ങി ഈ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ ബിന്നി എന്ന് പറയുന്ന അവർ ഈ പറയുന്ന PR ബിനുവിനെ അടുത്ത് കിട്ടിയപ്പോൾ ചോദിച്ചതാണ്. അപ്പോഴാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാകുന്നത്. പിന്നെ അത് മാത്രവുമല്ല, ഇതൊക്കെ നടന്നത് ബിഗ് ബോസ് വീടിനുള്ളിൽ നടന്ന സംഭവങ്ങളാണ്. അത് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടും ഈ ഒരു സംഭവം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അതാണ് ഇതിന്റെ അകത്തെ വലിയൊരു എന്താ പറയാ ആശ്ചര്യമായിട്ട് നമുക്ക് നിൽക്കുന്ന ഒരു കാര്യം. ഇപ്പോഴും അവരുടെ വഴക്കുകൾ തീർന്നിട്ടില്ല. പക്ഷെ അനുമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു. അനുമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് അവിടെ വിഷമമായത്, എന്നെ ട്രസ്റ്റ് ചെയ്യാതെ, അതായത് അനുമോളുടെ ഈ 14 ലക്ഷത്തിന് PR-ഉം ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിരിപ്പുണ്ടാക്കി ആള് പറയുന്നത് വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയി. ആ ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യില്ലെന്നത് ഞാനായിട്ട് തന്നെ പോയത്. ഇതാണ് അവിടെ സംഭവിച്ചത്. കാരണം ഇതാണ് സംഭവിച്ചത് ആക്ച്വലി. അല്ല, അവര് പറയണത് വിശ്വസിക്കുന്നു, നമ്മൾ പറയണത് അവരെടുക്കുന്നില്ല. എനിക്കെന്ന് വെച്ചാൽ ഞാനിത് മീഡിയ മുമ്പിൽ പറയണം അല്ലെങ്കിൽ വേറെ ആൾക്കാരും പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും. അല്ല, ഇതാണ് സംഭവിച്ചത് ആക്ച്വലി. മനസ്സിലായോ? ഇതാണ് കൃത്യമായിട്ട് സംഭവിച്ചത്. അല്ലാതെ ഇത് എനിക്ക് അനുമോളെ ബ്ലെയിം ചെയ്തിട്ട്, കാരണം അനുമോൾ എന്ന് പറഞ്ഞ ആള് അവിടെ ചേച്ചി വന്ന് കരയുമ്പോൾ അനുമോൾ അത് വിശ്വസിച്ച് പോയി. മനസ്സിലായി? ചേച്ചിയോട് പറഞ്ഞ വേറൊരാളാണ്, ആ വേറൊരാളോട് പറഞ്ഞ വേറൊരാളാണ്. മനസ്സിലായത്? 3-4 കോൺവെർസേഷൻ കഴിഞ്ഞിട്ടാണ് ഇത് എവിടേക്ക് എത്തിയത്. അപ്പോ അവിടെ അതായത് ഒരു ബിന്നി വേറൊരാൾ പറഞ്ഞു, ആ വേറൊരാൾ വേറെ രീതിയിൽ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി വേറൊരു രീതിയിൽ അനുമോളോട് പറഞ്ഞു. മനസ്സിലായി? അപ്പൊ ആ ഇമോഷൻ വച്ചപ്പോഴത്തേക്കും ഞാൻ അടുത്തുണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും എന്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്ക് തയ്യാറായിരുന്നില്ല. അപ്പൊ എന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായി. ഞാൻ അപ്പഴേ പറഞ്ഞു നമുക്ക് നൂബിന്റെ അടുത്തേക്ക് പോയിട്ട് ഡയറക്റ്റ്. ഇവിടെ ഈ പറയുന്ന അനു വിനുവിന്റെ ഭാഗം ഒന്ന് കേൾക്കണമായിരുന്നു. വിനുവിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കണമായിരുന്നു. ഇവിടെ വിനു പറയുന്ന ഒരു കാര്യം കേട്ടോ. ഈ പറയുന്ന കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയെന്ന് പറയുന്ന ബിന്നി, അത് മാത്രമല്ല 16 ലക്ഷം രൂപയുടെ PR അനുമോള് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഫോൺ കോൾ മുഖേനയാണ് ഈ അനുമോടെ ചേച്ചി അനുമോക്ക് വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന അനുമോടെ ചേച്ചി കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആ ഒരു ഇമോഷന്റെ പുറത്ത് അനുമോള് എന്താണ് ഈ വിനുവിനോട് തട്ടിക്കേറുകയായിരുന്നു. അപ്പൊ വിനുവിനോട് കാര്യം ചോദിച്ചില്ല. അത്രയും നാള് വിനു ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി. ആ ഒരു അവസ്ഥയാണ്. എങ്ങനെയുണ്ട്? നന്ദി എന്ന് പറയുന്നതൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന അനുമോളെ വെളുപ്പിക്കാൻ കുറെ എണ്ണം വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോഴും, ഈ പറയുന്ന വിനുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. ഇവിടെ വിനുവിന്റെ ഭാഗത്ത് ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. ഞാൻ ഈ വോയിസ് മൊത്തം കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ആ വിനു ഇവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളല്ലേ. കഴിഞ്ഞ സീസണിൽ ഈ പറയുന്ന ജിൻഡോയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളാണ്. ജിൻഡോയുടെ ജയിച്ചു കഴിഞ്ഞിട്ടും കുറെ നാള് ജിൻഡോയ്ക്ക് വേണ്ടി ഈ പറയുന്ന വിനു കുറെ കഷ്ടപ്പെട്ടു. എങ്ങനെ അല്ലേ? അപ്പം ഈ പറയുന്ന അനുവിന്റെ ഭാഗത്ത് നിന്ന് ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെങ്ങനാ? നമുക്ക് എന്തായാലും ചിക്കിലി മതി. ട്രോഫിയും കൈ കിട്ടി, ഇനി ചിക്കിലിയും കിട്ടിക്കഴിഞ്ഞാൽ സേഫ്.
ഈ പറയുന്ന ബിഗ് ബോസ് വീടിന്റെ ഉള്ളിൽ വെച്ച് നെവിന് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തിട്ടില്ല, ആദിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുത്തിട്ടില്ല. അങ്ങനെ ആർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ ഒന്നും ഇതുവരെ കൊടുത്തു തീർത്തിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് ഇങ്ങോട്ട് വേണം, അതാണ് പുള്ളിക്കാരിയുടെ ആ ഒരു ഇത്. സംസാരിക്കാം, ഞാൻ പറഞ്ഞു വന്ന് കൂടി പറയട്ടെ. ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. ഞാൻ അനിമോളുടെ ഫാൻസിനെയും പറഞ്ഞിട്ടില്ല, അനിമോളുടെ ചേച്ചിയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവര് ലീക്ക് ചെയ്ത ചാറ്റ്, ആ ചാറ്റ് ഞാൻ അല്ലെങ്കിൽ എന്റെ കൺട്രോളുള്ള ഗ്രൂപ്പിലുള്ളതല്ല, ഞാനായിട്ട് തെറ്റിപ്പിരിഞ്ഞു പോയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ ആൾക്കാരുടെ ചാറ്റാണത്. അതില് അനിമോളുടെ ചേച്ചി മെമ്പറും അഡ്മിനും ഒക്കെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. അവിടെ ഞാൻ എങ്ങനെ അനിമോളുടെ ചേച്ചി ഇട്ട് കൊടുക്കണമാവുന്നത് മനസ്സിലായി. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അത് വേറെ രീതിയിൽ വന്നു. അത് അനിമോളുടെ ചേച്ചിയാണ് സൈബർ അറ്റാക്ക് ചെയ്തതെന്ന രീതിയിൽ വന്നു. അവര് ഭയങ്കരമായിട്ട് ഓവർ റിയാക്ട് ചെയ്തു. അവർ ഓവർ റിയാക്ഷന്റെ പുറത്ത് അനിമോൾ അത് എന്റെ അടുത്ത് റിയാക്ട് ചെയ്തു. എനിക്ക് റിയാക്ഷൻ ഓക്കെയാണ്. കാരണം അനിമോളുടെ ചേച്ചിക്ക് സങ്കടം വന്നപ്പോൾ എന്റെ അടുത്ത് റിയാക്ട് ചെയ്ത് ഓക്കെ. പക്ഷെ എന്റെ ഭാഗം കേൾക്കാതെ എന്റെ അടുത്ത് ഒന്നും കൂടി റിയാക്ട് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയില്ല. എന്റെ ഭാഗം കേൾക്കാൻ ശ്രമിച്ചില്ല, എന്റെ തെളിവുകൾ അവർ കാണാൻ ശ്രമിച്ചില്ല. അപ്പൊ ഞാനായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ തന്നെ ശരി ഞാൻ മനസ്സിലാക്കി ഓക്കെ, ഞാൻ ഇനി മുതൽ അങ്ങനെ ഒരു സാധനം ഓൾറെഡി എനിക്ക് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രോഗ്രാംസിന് ഞാൻ പോയിട്ടുള്ളൂ. അതായത് നമുക്ക് കിട്ടുന്ന വർക്ക് ഉണ്ടല്ലോ, ഞാനും PR ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇവന്റ്സ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. ഇവിടെ എല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ കൊണ്ട് വിനു ജീവിക്കുന്നു എന്നാണ്. കാരണം ഈ അനുമോളുടെ പുറകെ നടന്ന് വിനു അങ്ങ് കാശ് സമ്പാദിക്കുകയാണ്, ഫെയിം സമ്പാദിക്കുകയാണ് എന്നാണ് എല്ലാവരുടെയും ചർച്ച. എന്നാൽ അതല്ല ഇവിടുത്തെ സത്യാവസ്ഥ. ഈ പറയുന്ന വിനു ഒരു ഈവന്റ് കോർഡിനേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രോഗ്രാമുകളും ഇദ്ദേഹം പിടിക്കും, അത് അനുമോക്ക് കൊടുക്കും. ഇപ്പൊ ദുബായിലെ സംഭവം തന്നെ ഈ പറയുന്ന വിനുവിന്റെ കെയർ ഓഫ് ആണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഉണ്ട്. ഈ പറയുന്ന ഫൈസൽ മലബാറിന്റെ അവിടെ പോയതും ഇത് കണ്ടു തന്നെയാണ്. അന്ന് അദ്ദേഹം മാറി നിന്നപ്പോൾ ഈ പറയുന്ന അനുമോളാണ് പിടിച്ച് അവിടെ നിർത്തിയതും. അപ്പൊ ഈ പറയുന്ന വിനുവിനെ ഇപ്പോൾ ഒന്നിനും കൊള്ളാത്ത കരുവേപ്പില പോലെ എടുത്തെറിയണമെങ്കിൽ അത് കുറച്ചെങ്കിലുമൊക്കെ ഇത് വേണ്ടേ, കുറച്ചൊക്കെ നന്ദി വേണ്ടേ? ഈ നന്ദി എന്ന് പറയുന്നത് ഈ പറയുന്നവരുടെ ജീവിതത്തിൽ തന്നെ ഇല്ലെന്ന് തോന്നുന്നു. നന്ദി എന്ന് പറയുന്നതില്ല. ഈ പറയുന്ന അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടും ഇവർ ഒത്തിരി ശ്രമിച്ചതാണ്, ഈ പറയുന്ന ഈ അനുമോളുടെ ചേച്ചിയും അവരുടെ കൂട്ടരും. അത് ഈ പറയുന്ന അവര് ബിഗ് ബോസ് വീടിന്റെ അകത്തുനിന്ന് ഇറങ്ങി വന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു ഫാമിലി റൗണ്ട് കഴിഞ്ഞ്. അന്നേരം എന്തായിരുന്നു പറഞ്ഞത്? അനീഷ് ഈ പറയുന്നവരെ ഡിഗ്രേഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ അത് മീഡിയയെ കൊണ്ട് ഇടുകയും അത് മാത്രമല്ല അനീഷിന്റെ ബ്രദറാണ് ഇതൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനീഷിന്റെ ബ്രദറിന്റെ മണ്ടയ്ക്ക് കയറുകയും എന്തൊക്കെയായിരുന്നു ചെയ്തത്? അത് മാത്രമല്ല ഗ്രൂപ്പിലിട്ട് ഈ പറയുന്ന അനീഷിനെ ഡിഗ്രേഡ് ചെയ്യിപ്പിച്ചതൊക്കെ എന്തായിരുന്നു? ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പൊ ഇവർക്ക് സഹായം ചെയ്ത ഈ വിനുവിനെയും അടിച്ചങ്ങോട്ട് പുറത്താക്കി. കൊള്ളാം, അവന് പൈസയും കൊടുക്കണ്ട ഇനിയും, അതാണ് നല്ലത്. ഇപ്പൊ ദുബായി പോയത് പോലും ഞാനെടുത്ത വർക്കാണ്. അതിൽ നിന്ന് ഞാനായിട്ട് തന്നെ മാറിയതാണ്. നെഗറ്റീവ് ആവണ്ട, എന്തിനാണ് ഞാൻ മനസ്സിലായി, ഞാനായിട്ട് തന്നെ മാറിയ വർക്കാണ് ദുബായി പോയതും. ഇപ്പൊ ഈ ഹൈദരായിട്ടുള്ള വർക്കും എല്ലാം ഞാൻ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊടുത്താണ്. മനസ്സിലായി. അതല്ലാതെ കോളേജിൽ പോലും ഞാൻ മാറിയതാണ്. ഞാൻ പോസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എന്നെ കോളേജിൽ വേറൊരു സമയത്താണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ എല്ലായിടത്തും സ്വയം മാറുന്നുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങോട്ട് കയറുന്നില്ല. ഇപ്പൊ ആ വീഡിയോയിൽ കാണുന്നുണ്ടെങ്കിൽ അനുമോളാണ് എന്നെ വിളിച്ച് മലബാർ ഇവന്റിൽ പോലും എന്നെ വിളിച്ചിട്ടാണ് ഞാൻ ഫ്രെയിമിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ഞാൻ ആ ഫ്രെയിമിലേക്ക് വന്നിട്ടില്ല. ഞാൻ മാറി നിൽക്കുകയായിരുന്നു. ആരുടെങ്കിലും ഇത് പറയണ്ടായോ? നിങ്ങളുടെ ഭാഗം കേൾക്കണ്ടേ? ഇല്ല, അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിന്റെ പുറകെ തന്നെ ആയിപ്പോവും. കാരണം ഞാൻ ബിഗ് ബോസ് തന്നെ ആയിപ്പോവും. ഞാൻ സിനിമ ഡയറക്ടർ കൂടിയാണ്. അപ്പൊ എനിക്ക് തന്നെ സിനിമകൾ പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബിഗ് ബോസിന്റെ വർക്ക് അവിടെ കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു മാസം ആകാറായി. ഇനിയും ഇതിന്റെ പുറകെ നടക്കണം എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് അനുമോള് ബിഗ് ബോസിന് ഇറങ്ങിയ മാത്രം പോരല്ലോ, അതും കഴിഞ്ഞിട്ട് വർക്കുകൾ വേണ്ടേ? മനസ്സിലായി. അപ്പൊ ഞാൻ കോൺസെൻട്രേറ്റ് എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും കൂടുതൽ അനുമോളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെടുന്നുള്ളൂ. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അനുമോളുടെ ഫാൻസിൽ തന്നെ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവര് ഓരോ ദിവസം അനുമോളുടെ ചേച്ചിയെ വിളിച്ചിട്ട് നമ്മളെ പറ്റി തെറ്റിദ്ധാരണകൾ പരത്തുകയാണ്. അനുമോൾ ഞാൻ റിലേഷൻ ആയി പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെയാണ് ഇവരെ പേടിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ നിൽക്കത്തില്ല. ഒന്നാമത്തെ കാര്യം എന്റെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കത്തില്ല. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കല്ല. അനുമോളിന്റെ ഫസ്റ്റ് ക്ലൈന്റ് അല്ല. ഇതിന് മുന്നേ ഞാൻ PR ബിഗ് ബോസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ വർക്ക് ഞാൻ ആരുടെ കൂടെ അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടില്ല. ഞാൻ ജിൻഡോന്റെ കൂടെ അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടില്ല. ആരുടെയും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് നടക്കാറില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും വർക്ക് വാങ്ങിച്ചെടുക്കുന്ന ആളാണ്. ഞാൻ ഇപ്പോൾ ബിഗ് ബോസിൽ ഇപ്പൊ എനിക്കൊരു എൻക്വയറി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പൊ നെവിന് ഒരു വർക്ക് ഉണ്ടെങ്കിൽ നെവിന് ഞാൻ പിടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ വേറൊരാൾക്ക് വർക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ആരോട് ശത്രുത ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ഈ പറയുന്ന അനുമോള് ഈ പറയുന്ന ബിനുവിനെ തട്ടിക്കളഞ്ഞു. ഇവിടെ അനുമോക്കുണ്ടായിരുന്ന നെഗറ്റീവുകളെ എല്ലാം പോസിറ്റീവ് ആക്കി മാറ്റിയ ഒരാളാണ് ഈ PR ബിനു എന്ന് പറയുന്ന പുള്ളിക്കാരൻ. അപ്പോ ഈ പറയുന്ന ബിനുവിന് ഇത് ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനത്തേത്. മുമ്പ് ഈ ജിൻഡോയുടെയൊക്കെ വർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ പോലും ഈ പറയുന്ന ബിനുവിന് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകില്ല.
ഇത് വല്ലാത്തൊരു അനുഭവമായി പോയി ഈ വിനുവിന്. ഇപ്പൊ വിനു വിചാരിക്കുക വേണ്ടായിരുന്നല്ലോ എന്ന്. ആ ഒരു അവസ്ഥയായി മാറി സത്യം പറഞ്ഞാല്. ഈ പലരും വീഡിയോ ഇട്ട്, ഞാൻ പറഞ്ഞല്ലോ, പലരും വീഡിയോ ഇട്ട് ഈ വിനുവിനെ നെഗറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പലരും. പക്ഷെ ഈ ചേച്ചിയുടെ കയ്യിൽ ആ കുറ്റം എന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. അതാണ് അതിന്റെ അകത്തെ ഒരു പൊരുള്. ഓക്കെ, ബാക്കി ഞാൻ എല്ലാവരെയും ഒരേപോലെ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ പോലും ഞാൻ ജിൻഡോന്റെ PR ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അർജുന സീസണിൽ വെച്ചാണ് ഞാൻ ആൽബം ചെയ്തത്. അതേപോലെ സായി, സിജു, അവരെല്ലാവരും എന്റെ ഫ്രണ്ട്സാണ്. ഞാൻ അങ്ങനെ ഒരു ഹെയ്റ്റ് കൊണ്ടുവക്കുന്ന ഒരാളല്ല. എല്ലാവരുമായിട്ട് ഞാൻ കമ്പനി ആവുന്ന ആളാണ്. അപ്പം നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് നമുക്കിത് ഒരുപാട് പ്രാവശ്യമായി. കുറെ സ്ഥലത്ത് ഇങ്ങനെ അതുൽ വ്ളോഗ്സൊക്കെ ഡെയിലി ഓരോ വീഡിയോ ആണ് എനിക്കറിയില്ല എന്തിനാണെന്ന്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എന്താ കാര്യം ഒന്നും മൈൻഡ് ചെയ്യാറില്ല. അത് എനിക്കൊന്നും പ്രശ്നമില്ല. കാരണം ഞാൻ എന്റെ രീതിയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഹൈദറിന്റെ ഇവന്റിൽ ഈ കാര്യം എടുത്തിട്ടു. ഞാൻ ആക്ച്വലി എന്റെ പോസ്റ്റിൽ പോലും ഞാൻ ആയിട്ട് മാറി നിൽക്കുന്നു എഴുതിട്ടുള്ളൂ. അനുമോളുടെ ഭാഗത്ത് തെറ്റാണെന്ന് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനായിട്ട് മാറി നിൽക്കുന്നു, ഞാൻ എന്റെ രീതിക്ക് പോകുന്നു, എന്റെ അടുത്ത വർക്കിലേക്ക് പോകുന്നു എന്നാണ് ഞാൻ എഴുതിയത്. അല്ലാതെ എനിക്കത് വേറെ കോൺട്രവേഴ്സി ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ നമ്മള് പബ്ലിക്കിന്റെ മുമ്പിൽ അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് മാറി നിൽക്കുന്നതാണ്. അല്ലാതെ എനിക്ക് അനുമോൾ അത് എനിക്കൊരു കണ്ടന്റ് ആവാൻ താല്പര്യമില്ല. അതിപ്പോ അനുമോളുടെ കരിയറിനെ ബാധിക്കുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിലും. അപ്പൊ ഞാനത് കണ്ടന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പല സ്ഥലത്തൊന്നും ഞാൻ മാറി നിന്നിട്ടുള്ളത്. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ പോയിട്ടില്ല. അനുമോളുടെ കൂടെ എന്നുള്ള രീതിയിൽ ഞാൻ എവിടെയും പോയിട്ടില്ല, അനുമോള് വിളിക്കാതെ. മനസ്സിലായി? അല്ലെങ്കിൽ ഞാനായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള വർക്കിൽ മാത്രമാണ് ഞാൻ പോയിട്ടുള്ളത്. മനസ്സിലായി? അപ്പൊ ഇതാണ് എന്റെ ഭാഗത്തുള്ള ക്ലാരിഫിക്കേഷൻ. കേട്ടല്ലോ. ഇവിടെ ഈ PR വിനു എന്ന് പറയുന്ന വിനു വിജയ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ കുറ്റം ആരുടെ ഭാഗത്താണ്? ഈ പറയുന്ന അനുമോളെ ഉള്ളിലുള്ള കണ്ടസ്റ്റന്റുകൾക്ക് ആർക്കും ഇഷ്ടമല്ല. അവസാനം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ ഒന്ന് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറയുന്ന മസ്താനി വന്ന് അവസാനം കേട്ടോ, അതായത് ഒന്ന് നെഗറ്റീവ് പോസിറ്റീവ് ആകണമെന്ന് കണ്ടോണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ടു. പിന്നെ ലക്ഷ്മി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് ചേർത്ത് നിർത്തിയതാണ്. പിന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് പിന്നെ പുള്ളിക്കാരി ഈ പറയുന്ന അനുമോളെ തട്ടിക്കളയുകയും ചെയ്തു. കാരണം അനുമോളുടെ കാര്യങ്ങൾ എന്താണെന്ന് ലക്ഷ്മിക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുമോളോട് ചോദിക്കാനാണ് അന്ന് ഈ പറയുന്ന ലക്ഷ്മി പറഞ്ഞതും. അങ്ങനെ തുടങ്ങി ഇത്രയും പേരെ വെറുപ്പിച്ചത് കൊണ്ട് തന്നെ അത്രയും ആൾക്കാർക്കെതിരെ നെഗറ്റീവ് കമന്റുകളും അവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ടുകൊടുത്തതുമായിട്ടുള്ള ആൾക്കാരാണ് ഈ പറയുന്ന അനുമോളുടെ ഈ ഫാൻസും PR-കളും ഒക്കെ. അപ്പോൾ ഈ പറയുന്ന ഇവർക്ക് വേണ്ടി ജോലി ചെയ്തു കൊടുത്ത ഈ വിനുവിന്റെ അവസ്ഥ ഇപ്പോ കറിവേപ്പില പോലെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. വിനുവിന്റെ ഭാഗം എന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കാതെ ഈ പറയുന്ന പാട്ടാ ഗേൾസിനെ എടുത്ത് കളഞ്ഞ പോലെ തന്നെയാണ്. പാട്ടാ ഗേൾസ് ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് അവരെന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ വിനു എന്ത് ചെയ്തു കൊടുത്തു? ഇവർക്ക് ഉപകാരം മാത്രമല്ല ചെയ്തു കൊടുത്തുള്ളൂ. അപ്പൊ ഇതാണ് പറയുന്നത്, നന്ദിയില്ല എന്നുള്ളത്. ഇപ്പോഴെങ്കിലും ഇവരെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ഫാൻസ് ഉണ്ട്. അത് മാത്രമല്ല ഇവർക്ക് വേണ്ടി വീഡിയോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ വീഡിയോളികളും ഉണ്ട്. അപ്പം അവർക്കെല്ലാം മനസ്സിലാകാനായിട്ട് പറയുകയാണ്, ഇങ്ങനെ സഹായം ചെയ്യുന്നവരുടെ കുതികാല് വെട്ടിയിട്ട് എന്ത് നേടിയിട്ടും എന്ത് കിട്ടിയിട്ടും എന്താ? ഇനി നമുക്ക് ഓരോന്നും ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും റിയൽ വിന്നർ ആരാണെന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റാ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.